എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദ ഗ്ലോറിയസ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ദ ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെങ്കിൽ ദ ഗ്രേറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റിന്റെയാണ്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിൽ ആദ്യം കിടക്കുന്ന സിലബസിൽ ആദ്യം കിടക്കുന്ന ഒരു ഇവന്റും കൂടിയാണ് ദ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലോറിയസ് റെവല്യൂഷൻ നടന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഈ ഇംഗ്ലണ്ടിന്റെ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് 1600-കൾ, അതായത് 17-ാം നൂറ്റാണ്ട്. 1600 എന്ന് പറയുമ്പോൾ എന്താണ്? 17-ാം നൂറ്റാണ്ടാണ്. അപ്പൊ 17-ാം നൂറ്റാണ്ടിന്റെ ആ ഒരു വേളയിൽ ഇംഗ്ലണ്ടിൽ നടന്ന ചില സംഭവങ്ങളുടെ ഒരു എൻഡില്, ഒരു അവസാനത്തിലാണ് ഈ പറയുന്ന ദ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നൊരു പേരും കൊണ്ടുവന്ന് ഈ 1688 നടന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഫ്രഞ്ച് റെവല്യൂഷൻ 1789, അങ്ങനെ ഓരോ റെവല്യൂഷന്റെയും എൻഡിൽ വരുന്ന ഒരു പേര്, ഒരു വർഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ റെവല്യൂഷൻ അന്ന് നടന്നു എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു ഗ്രേറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഗ്ലോറിയസ് റെവല്യൂഷൻ ഇത് സ്ഥാപിതമായത് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായ മുൻകാല ചില സംഭവങ്ങളും കൂടിയുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ ഈ ഒരു റെവല്യൂഷൻ 1688 എങ്ങനെ വന്നു എന്നുള്ളതാണ് ഈ ഒരു റെവല്യൂഷനുമായിട്ട്, ഈ ഒരു വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പം കുറേ ഇവന്റുകളാണ്, ഒരു കഥ പോലെയാണ് നമ്മൾ ഈ ഒരു പാഠം മനസ്സിലാക്കേണ്ടത്. ഒരുപാട് റെവല്യൂഷൻസ് നമ്മുടെ ഹിസ്റ്ററിയിലുണ്ട്. പക്ഷെ ഈ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയാ, മറ്റുള്ള നമ്മുടെ മനസ്സിൽ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് വാറ്, യുദ്ധം, വെല്ലുവിളികൾ, അതോടൊപ്പം തന്നെ കൊലകൾ, കൂട്ടക്കൊല, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതൊരു ഒരു ഒരു കുറച്ചൊരു ഡിഗ്നിറ്റി ഉള്ള, വളരെയധികം ഒരു ക്ലാസി ആയിട്ടുള്ള ഒരു റെവല്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ബ്ലഡ്ലെസ് റെവല്യൂഷൻ, രക്തരഹിത വിപ്ലവം എന്നും ഇതിനൊരു പേരുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുന്നേ ഞാനൊരു ബ്രീഫ് ചെയ്തതാണ്. ഇത് ഇംഗ്ലണ്ടിൽ നടക്കുന്ന, ഇംഗ്ലണ്ടും ബ്രിട്ടീഷ് എംപയറും അവിടുത്തെ സാധാരണക്കാരുമായിട്ട് നടക്കുന്ന ഒരു എന്താ പറയാ, ഒരു ഡിസ്കഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, വളരെയധികം തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്ത ചില സന്ദർഭങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ റെവല്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഗ്ലോറിയസ് റെവല്യൂഷനെ പറയാം. അപ്പൊ ഈ ഒരു വർഷം നമ്മൾ 1688, 89 എന്ന് പഠിക്കുമെങ്കിലും അതിനു മുന്നേ നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ ഒരു ഇവന്റ്സ് ഉണ്ട്, ഒരു ഇവന്റിന്റെ സാഗ തന്നെ ഉണ്ട്. ഒരുപാട് എപ്പിസോഡുകൾ നിറഞ്ഞ ഒരു വിപ്ലവവും കൂടിയാണ് ദ ഗ്ലോറിയസ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്, അല്ലെങ്കിൽ ദ ഇംഗ്ലണ്ടിന്റെ ഗ്ലോറിയസ് റെവല്യൂഷൻ, മഹത്തായ വിപ്ലവം, വാഴ്ത്തപ്പെട്ട വിപ്ലവം, അങ്ങനെ ഒരുപാട് പറയാറുണ്ട് ഈ ഒരു റെവല്യൂഷനെ പറ്റിയിട്ട്. അപ്പൊ നമ്മൾ ഇതിലേക്കാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യമേ ഈ ഒരു റെവല്യൂഷന്റെ ഔട്ട്ലൈൻ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഒരു വിപ്ലവം നടക്കുമ്പോൾ ഒരു പാർട്ടി കാണും അല്ലെ, ഒരു പാർട്ടിയും കാണും, ഒരു എതിർ പാർട്ടിയും കാണും. അപ്പൊ ഇതിൽ ആരാണ് നല്ലത്, ആരാണ് ചീത്ത എന്നുള്ളത് നമ്മൾ ഹിസ്റ്ററി നന്നായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇപ്പം ഓരോ ആളുകളിലും ഒരു ഹിസ്റ്റോറിയൻ ഉണ്ട് അല്ലെ. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതില് വില്ലൻ ആരാണ് അല്ലെങ്കിൽ നല്ലവൻ ആരാണ് എന്നുള്ളത് എനിക്ക് അനുമാനിക്കാം. അതുപോലെ നിങ്ങൾക്കും അങ്ങനെ അനുമാനിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. ഹിസ്റ്ററിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഏത് രീതിയിൽ വേണേലും അതിനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഈ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇവന്റ്, ഇവിടെ 2 കൂട്ടരാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പാർട്ടിയാണ് ഉള്ളത്. ഈ 2 പാർട്ടികളെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ അത് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡ് കാണുമ്പോൾ മനസ്സിലാവും. അതായത് ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ രാജാവ്, ആ പാർട്ടിയിൽ വരുന്ന മെമ്പറിലെ പ്രധാനിയാണ് ആര്? അവിടുത്തെ രാജാവ്. ബ്രിട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? നമുക്ക് രാജാവിനെ അല്ലെങ്കിൽ രാജ്ഞിയാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് നമുക്ക് കത്തുന്നത് അല്ലെ. അപ്പോ
ഇപ്പൊ ഇവിടുത്തെ ഗ്ലോറിയസ് റെവല്യൂഷനിലെ ഒരു പാർട്ടിയിലെ പ്രധാനിയാണ് ആര്? രാജാവ്, അല്ലെങ്കിൽ അവിടുത്തെ മൊണാർക്ക്, അല്ലെങ്കിൽ അവിടുത്തെ രാജഭരണകൂടം, അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ രാജാവിന്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു സെഗ്മെന്റ് ആണ്, മറ്റൊരു അലിയാണ്. അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് പറയാം. രാജാവിനോടൊപ്പം തന്നെ അവിടെ നിന്നിരുന്ന ഫ്യൂഡൽ സിസ്റ്റവും ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ രാജാവായി, ഫ്യൂഡൽ സിസ്റ്റവുമായി, അതോടൊപ്പം തന്നെ അവിടെ നിന്നിരുന്ന ഒരു റിലീജിയസ് ഗ്രൂപ്പ്. അതായത് നമുക്കറിയാം ബ്രിട്ടൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള ഒരു ദേശമാണ് അല്ലെ. അപ്പൊ അവിടെ കത്തോലിക്ക വംശജർ, കത്തോലിക്ക അതായത് പോപ്പ് എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ മാർപ്പാപ്പ അല്ലെ. മാർപ്പാപ്പ ബിഷപ്പുമായിട്ട് അല്ലെങ്കിൽ പോപ്പുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അലിയായിട്ടുള്ള ഒരു കത്തോലിക്കരായിട്ടുള്ള വളരെയധികം എന്താ പറയാ ഡീപ്പ് ബിലീഫ്, കത്തോലിക്കൻ ബിലീഫ്സ് ഉള്ള ആളുകളും ഉണ്ടായത്. അപ്പം ഇവരെല്ലാവരുമാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. രാജാവ്, അവിടെ നിന്നിരുന്ന ഫ്യൂഡൽ സിസ്റ്റം എന്താണ് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. രാജാവ്, ഫ്യൂഡൽ സിസ്റ്റം, അവിടെ നിന്നിരുന്ന ഒരു അവസ്ഥ, ഒരു ഫ്യൂഡൽ അവസ്ഥയാണ് അവിടെ നിന്നിരുന്നത്. ഒപ്പം ഈ കത്തോലിക്ക വംശജരും, അതായത് പോപ്പ് ചർച്ചിനെ അനുസരിച്ച് ബിലീവ് ചെയ്ത് ജീവിക്കുന്ന അവിടുത്തെ ആളുകൾ. ഈ കിങ്ങും എങ്ങനത്തെ ഒരാളായിരുന്നു? അതായത് ഈ ഗ്ലോറിയസ് റെവല്യൂഷൻ നടക്കുന്ന സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരും ചർച്ചാണ് അവിടെ എല്ലാം കൺട്രോൾ ചെയ്തിരുന്നത്. രാജാവിനെ ദൈവമായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്ന ഒരു കൂട്ടം വിഭാഗവും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു സെറ്റ് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിന്റെ എതിരായിട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് മറ്റേ സെറ്റ് നിൽക്കുന്നത്, മറ്റേ ഗ്രൂപ്പ് നിൽക്കുന്നത്. ആ ഗ്രൂപ്പിൽ ആരാണ്? മറ്റിടത്ത് രാജാവായിരുന്നു, നമ്മൾ പറഞ്ഞു മൊണാർക്ക് അല്ലെ. അവിടെ ഏറ്റവും രാജ്യത്തിന്റെ തലപ്പൻ എപ്പോഴും ആരാണ്? രാജാവാണ് എന്ന് പറഞ്ഞിടത്ത് ഇവിടെ ഒരു കൂട്ടം വിഭാഗം ആളുകൾ അവര് ചിന്തിച്ചിരിക്കുന്നത് പാർലമെന്റ് ആണ്, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഒരു രാജ്യത്തിന്റെ നീതി വ്യവസ്ഥ, ഒരു രാജ്യത്തിന്റെ അവിടെ വരുന്ന നിയമമാറ്റങ്ങളും അവിടുത്തെ സംവിധാനങ്ങളും അവരെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടത്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പാർലമെന്റ് ആയിരിക്കണം അധികാരത്തിൽ വരേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. അവരെ നമുക്ക് പാർലമെന്റ് എന്ന് തന്നെ പറയാം. ഇപ്പൊ ബ്രിട്ടനിലാണെങ്കിൽ നമുക്ക് ഇന്നത്തെ അവസ്ഥ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ, രാജാവുണ്ട്, ചാൾസ് രാജാവുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവിടെ ചാൾസ് രാജാവിനെ കാട്ടിലും കൂടുതൽ അവിടെ ആരാണ്? പാർലമെന്റ് ഉണ്ട്. അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർലമെന്റ് ഉണ്ട്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പാർലമെന്റ് ആണ് അവിടെ ഉള്ളത്. അപ്പം ഈ ഗ്ലോറിയസ് റെവല്യൂഷന്റെ സമയത്തും രാജാവിന്റെ ഒരു എതിർ പക്ഷം എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. അങ്ങനെ കരുതുന്ന പാർലമെന്റ് ഒരു ഗ്രൂപ്പാണ്. പാർലമെന്റിന്റെ കൂടെ തന്നെ അവിടെ ഉള്ള സാധാരണ ജനങ്ങൾ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫ്യൂഡൽ സിസ്റ്റത്തിലൊന്നും വിശ്വസിക്കാത്ത, ഫ്യൂഡലുകളല്ലാത്ത, അതായത് ഫ്യൂഡലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മി എന്ന് ഉദ്ദേശിച്ചാൽ മതി. നിങ്ങളുടെ മനസ്സിലിപ്പം അത് ചിന്തിച്ചാൽ മതി. ജന്മികൾ പോലത്തെ ആളുകൾ, ഓക്കെ, അത് അങ്ങനെയുള്ള അവരല്ലാത്തവർ, ഓക്കെ, ഫ്യൂഡലിസ്റ്റുകൾ അല്ലാത്തവർ, സാധാരണ ജനങ്ങൾ, വളരെയധികം വിവരവും വിദ്യാഭ്യാസവുമുള്ള, ഈ രാജവാഴ്ചയിലൊന്നും വിശ്വസിക്കാത്ത, സാധാരണ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർമാർ, അതുപോലെ തന്നെ അഡ്വക്കേറ്റുകൾ, ലോയർമാർ, അതോടൊപ്പം തന്നെ ഈ എന്താ പറയാ ഈ ചെറിയ ചെറിയ കച്ചവടക്കാർ, അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ്, ഇവരൊക്കെ അടങ്ങുന്നതാണ് മധ്യവർഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് എന്ന് നമുക്ക് അവരെ വിളിക്കാം. അപ്പം ഈ പാർലമെന്റിന്റെ കൂടെ നിൽക്കുന്നത് ആരാണ്? മിഡിൽ ക്ലാസ്സുകാരാണ്. അപ്പൊ ഞാൻ നേരത്തെ ആംഗ്ലിക്കൻസ് എന്ന് പറഞ്ഞു അല്ലെ, അതായത് കത്തോലിക്ക വിഭാഗം, കത്തോലിക്ക മതസ്ഥർ, അല്ലെങ്കിൽ ആ ഒരു ചർച്ചിനെ വിശ്വസിക്കുന്ന ആളുകൾ, ഡീപ്പിലി ബിഷപ്പിനെയും പോപ്പിനെയും ചർച്ചിനെയും ദൈവത്തിനെയും ഒക്കെ കാണുന്ന ആളുകളാണ് ഈ കത്തോലിക്ക എന്ന് പറയുന്നത്. അവർക്ക് എതിരായിട്ട് കുറച്ചും കൂടി പരിവർത്തനം എന്ന് പറയുമ്പോൾ റീഫോർമേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഓൾഡ് ബ്ലൈൻഡ് ബിലീഫിൽ നിന്ന് കുറച്ച് മാറി എൻറ്റയർലി അവിടുത്തെ എന്താണ് ഒരു ചർച്ചിനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പോപ്പിനോ അല്ലെങ്കിൽ ഒരു ബിഷപ്പിനോ പൂർണ്ണമായും അധികാരം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് പ്രൊട്ടസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ പ്രൊട്ടസ്റ്റൻസിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വെള്ളം എടുക്കുക,
പച്ചവെള്ളം നമ്മൾ പ്യൂരിഫൈ ചെയ്താണ് അല്ലെ കുടിക്കുന്നത്. അപ്പോ കത്തോലിക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് ക്രിസ്ത്യൻസ് ആണ്. അവർക്ക് പക്ഷെ കുറെ കൂടുതൽ പള്ളി, അവരുടെ പോപ്പ്, ഇതൊക്കെയാണ് അവരുടെ മെയിൻ ആളുകൾ. അപ്പൊ അവരതിനെ ഭ്രാന്തമായിട്ട് വിശ്വസിക്കുന്നു. അവര് പറയുന്നത് ചർച്ച് പറയുന്ന പോലെ ജീവിക്കുന്നു. അതേസമയം പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഉയർന്ന ചിന്താഗതിയാണ് കേട്ടോ. ഉയർന്ന തലം എന്നല്ല ഉദ്ദേശിച്ചത്. കുറെ കൂടി അവര് വളരെയധികം മോഡേണിറ്റിയിലോട്ട് അവർ ഇറങ്ങി ചെല്ലുകയും ട്രഡീഷണൽ ബിലീഫ്സിനെ കുറച്ചൊക്കെ ഒന്ന് മാറ്റുകയും കുറച്ചൊക്കെ റീഫോർമേഷൻസ് വരുത്തുകയും ചെയ്ത വിഭാഗമാണ് പ്രൊട്ടസ്റ്റൻസ് അല്ലെങ്കിൽ പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലോറിയസ് റെവല്യൂഷൻ ഈ രണ്ട് കൂട്ടരുടെ ഇടയിലും ഉണ്ടായ ചില സംഭവ വികാസങ്ങളിൽ വന്ന ഒരു റവല്യൂഷൻ, ഒരു വിപ്ലവമാണ്. അപ്പൊ ഒരു ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു, രാജാവിന്റെ കൂടെയുള്ള കുറെ പ്രഭുക്കന്മാർ അടങ്ങുന്ന ഫ്യൂഡൽ സിസ്റ്റം, അതോടൊപ്പം തന്നെ കത്തോലിക്ക വംശജർ, അല്ലെങ്കിൽ അവരെ പറയുന്ന പേരാണ് ആംഗ്ലിക്കൻസ്. ഓക്കെ, അപ്പം ഇത് ഒരു വിഭാഗം. ഇവരെ എതിർത്ത് കൊണ്ടുവന്ന മറ്റൊരു വിഭാഗമാണ് പാർലമെന്റ്. ജനങ്ങളാണ് അധികാരികൾ, രാജ്യത്തിന്റെ അധികാരം ജനങ്ങൾക്കാണ്. മൊണാർക്ക് ഉണ്ടെങ്കിലും അവിടെ ഇരുന്നോട്ടെ, മൊണാർക്കിനുള്ള ബഹുമാനം നമുക്ക് കൊടുക്കാം, പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ പല രാജ്യത്തിലെ ജനങ്ങളെ ഭരിക്കുന്നതും അവർക്ക് വേണ്ട നീതി ന്യായ വ്യവസ്ഥകളൊക്കെ പുനർക്രമീകരിക്കുന്നതുമെല്ലാം രാജാവിന്റെ ഇഷ്ടത്തിനായിരിക്കരുത്, ജനങ്ങളെയും കൂടി കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞ വിഭാഗമാണ് പാർലമെന്റ്. അപ്പൊ പാർലമെന്റ് മിഡിൽ ക്ലാസ്, പ്യൂരിറ്റൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്യൂരിഫൈ ചെയ്തതാണ്, അതായത് റീഫോർമേഷൻസ്, ഓൾഡ് ട്രഡീഷണൽ ക്രിസ്ത്യൻ ബിലീഫ്സിനെ റീഫോം ചെയ്തു വന്ന ഒരു ഗ്രൂപ്പാണ് പ്രൊട്ടസ്റ്റൻസ്. അവരെ പറയുന്നതാണ് പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, സാധാരണ മനുഷ്യരാണ്. അതുപോലെ പ്രഭുക്കന്മാരൊന്നും അല്ല, ലാൻഡ് ലോർഡുകളല്ല. ഇവരെന്ന് പറയുന്നത് വിവരവും വിദ്യാഭ്യാസവും ഉള്ള സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരാണ്. ഓക്കെ, അപ്പം ഈ രണ്ട് കൂട്ടരാണ് ഗ്ലോറിയസ് റെവല്യൂഷന്റെ ഇങ്ങനെ ഒരു വിപ്ലവം ഉണ്ടാവാനായിട്ടുള്ള ഒരു തന്തു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഒരു ഒരു കോൺഫ്ലിക്റ്റ് ആണ്. പക്ഷെ ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര ബഹളമുള്ളതൊന്നുമല്ല. വളരെ വളരെ തന്മയത്വത്തോടു കൂടി വളരെ കാമായിട്ട് നടന്ന ഒരു വിപ്ലവമാണ് ദ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കഥ നമ്മൾ കേട്ടിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ ഇത് ശരിയോ തെറ്റോ. അപ്പൊ ഒരു വിപ്ലവത്തിൽ എന്തായാലും ഒരു കൂട്ടർ ജയിക്കും അല്ലെ. അപ്പൊ ഇവിടെയും ഒരു കൂട്ടർ ജയിച്ചു, ഒരു കൂട്ടർ തോറ്റു പോവുകയും ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇവരുടെ ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുണ്ടായ ഈ ഒരു വഴക്കിന്റെ എപ്പിസോഡുകളാണ് ഈ ഒരു റെവല്യൂഷനിൽ നമ്മൾ പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കൂടുതൽ കടക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇതിൽ യാതൊരു ഡൗട്ടും ഉണ്ടാവരുത്, കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത നമ്മൾ പോകുന്നത് തുടക്കത്തിലേക്കാണ്. ഒരു റെവല്യൂഷൻ, എന്തിന് ഈ ഒരു റെവല്യൂഷൻ ഉണ്ടായി, എന്ത് കാര്യത്തിനാണ്? നമ്മൾ അറിയേണ്ട ഒരു സംഭവം, ഇംഗ്ലണ്ടിന്റെ 17ാം നൂറ്റാണ്ടിന്റെ തുടക്ക കാലത്ത് ഇംഗ്ലണ്ടിന്റെ ഒരു വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അല്ലെ. അന്ന് അവിടുത്തെ സാഹചര്യം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, ബ്രിട്ടീഷ് എംപയർ ആണ്, രാജഭരണകൂടമാണ്, രാജഭരണ കാലമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നു. അപ്പൊ ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ, ഫ്യൂഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്യൂഡൽ ലാൻഡ് ലോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഏരിയ, ഒരു ലാൻഡ്, ഇത് രാജാവിന്റെ ഒരു പ്രഭുവിന് കൊടുക്കും, ഒരു ഫ്യൂഡൽ ലാൻഡ് ലോഡിന് കൊടുക്കും. അദ്ദേഹമാണ് എന്നിട്ട് ആ ഒരു ഏരിയ ഫുള്ള് നിയന്ത്രിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ രാജാവിന് ഈ കുഞ്ഞു ഗ്രാമങ്ങളിലോട്ട് നേരിട്ട് ഇറങ്ങി ചെന്നിട്ട് രാജാവിന് ഓരോന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പകരം രാജാവ് ഈ ഭൂമി, അതായത് ഒരു ഏരിയ, ഫ്യൂഡൽ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, എ പീസ് ഓഫ് ലാൻഡ് എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് വളരെയധികം മൂല്യമുള്ള ഒരു ജീവിയായിരുന്നു ഈ പറഞ്ഞ കന്നുകാലികൾ, കാറ്റിൽ. അപ്പം ഇതെല്ലാം എന്താണ്, മണി, വെൽത്ത്. അപ്പൊ ഇതെല്ലാം ഈ ഫ്യൂഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ലാൻഡ്, പ്രോപ്പർട്ടി എന്നൊക്കെ മീനിങ് വരുന്ന സംഭവമാണ്. എന്തെങ്കിലും ഒരു വിലയുള്ള ഒരു വസ്തു, അതാണ് ഈ ഫ്യൂഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ രാജാവ് ഒരു പെർട്ടിക്കുലർ ഏരിയ ഒരു പ്രഭുവിന് അങ്ങ് കൊടുക്കും. അപ്പൊ ആ
അപ്പൊ എന്താ ശരിക്കും അവിടെ സംഭവിക്കുന്നത്? എന്താ? ഡീസെൻട്രലൈസേഷൻ ആണ് നടക്കുന്നത് അല്ലെ. രാജാവ് ഒരുമിച്ച് എല്ലായിടത്തും വരുമല്ല, രാജാവിന്റെ വിശ്വസ്തരായ പ്രഭുക്കൾക്ക് ഏരിയ ഇങ്ങനെ മുറിച്ചു 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 കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു തരം ഡീസെൻട്രലൈസേഷൻ അല്ലേ. ഇപ്പൊ നമ്മുടെ ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. നമ്മൾ ഇന്ത്യയിൽ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, നമുക്ക് പഞ്ചായത്ത് ഉണ്ട്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, അങ്ങനെ ഡീസെൻട്രലൈസേഷൻ നമുക്കുണ്ട്. അതുപോലെ ഇംഗ്ലണ്ടില് ഒരു രാജാവിന്റെ ഒരു ഭരണം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ ഓരോ ഏരിയ ഈ ഫ്യൂഡൽ ലാൻഡ് ലോർഡ്സിന് കൊടുത്തു, പ്രഭുക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സിസ്റ്റത്തിൽ ഒരു പ്രഭുവിന് ഏകദേശം ഒരു എന്താ പറയാ, ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ലാൻഡ് കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യണ്ട? ടാക്സ് കൊടുക്കണ്ട. അദ്ദേഹത്തിന് ആ ഒരു പെർട്ടിക്കുലർ റീജിയൻ ആ ഒരു ലാൻഡ്, കൊടുത്ത ലാൻഡിലെ ആളുകളെ ഭരിച്ച് അവിടെ കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് സാധു ആളുകളുടെ കയ്യിൽ നിന്ന് ടാക്സ് പിരിച്ച് ആ പ്രഭുവിന് എങ്ങനെ വേണേലും ജീവിക്കാം. ആ പ്രഭു എന്താണ് പക്ഷെ ഈ പറയുന്ന രാജാവിന് വിധേയപ്പെട്ടാണ് പക്ഷെ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഈ ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുന്നത് ഈ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ മിഡീവൽ യൂറോപ്പിലാണ്, മിഡീവൽ ഇംഗ്ലണ്ടിലാണ് ഈ ഒരു ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകൾക്കൊക്കെ കുറച്ച് വിവരം വെച്ചു. അതോടൊപ്പം തന്നെ അവർ കുറെ കൂടി ചിന്തിക്കാൻ തുടങ്ങി. ഈ പറഞ്ഞ പോലെ വാഴ്ചയ്ക്കൊക്കെ എതിരെ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്തു? കുറെ കൂടി മറ്റുള്ള ജോലികളിലേക്ക് അവരേർപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ഫ്യൂഡൽ സിസ്റ്റത്തിൽ ഇങ്ങനെ അടിമപ്പെട്ട് ജീവിച്ചിരുന്നവരെല്ലാം തന്നെ എഡ്യൂക്കേറ്റഡ് ആവുകയും അവർ പിന്നീട് മധ്യവർഗത്തിലേക്ക് മാറപ്പെടുകയും ചെയ്തു. അതായത് അവരായിട്ട് മാറിയതല്ല, അവര് ഈ പറഞ്ഞ പോലെ വിധേയപ്പെട്ട് ജീവിക്കാതെ അവര് കുറെ കൂടി കൂടുതലായിട്ട് എന്താ പറയാ, പബ്ലിക്കിലേക്ക് ഇറങ്ങി സർവീസിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ലോയേഴ്സ്, ടീച്ചേഴ്സ്, ട്രേഡേഴ്സ്, ഡോക്ടേഴ്സ്. അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ലാൻഡ് ലോർഡിന്റെ കീഴിൽ നിന്നുകൊണ്ട് ജീവിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഇവര് ചിന്തിച്ചു തുടങ്ങി. അപ്പം ഈ ഒരു ഫ്യൂഡൽ സിസ്റ്റം അവിടെ തകരുകയും മധ്യവർഗം അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് റീപ്ലേസ് ചെയ്ത് വരികയും ചെയ്തു. അപ്പൊ ഈ ഒരു സമയത്ത് മിഡിൽ ക്ലാസ്സിൽ പെട്ട ആളുകളാണ് അവിടുത്തെ വ്യാപാരം, അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ, നമുക്കറിയാം അല്ലെ, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ കൺട്രോൾ ചെയ്തത് ആരാണ്? ഈ പറയുന്ന മിഡിൽ ക്ലാസ്സുകാരാണ്. അപ്പൊ പെട്ടെന്ന് ഈ ഫ്യൂഡൽസിനെ ആരും അത്ര അങ്ങോട്ട് വില മതിക്കാതായി. അവരുടെ കാലം കഴിഞ്ഞു, കാലഹരണപ്പെട്ടു എന്ന് തന്നെ കരുതുന്ന ഒരു രീതിയിലേക്ക് ഇംഗ്ലണ്ടിന്റെ സ്ഥിതി വരികയാണ്. ആളുകൾ കുറെ കൂടി ചിന്തിക്കാൻ തുടങ്ങി, കുറെ കൂടി എന്താ പറയാ, എൻലൈറ്റൻമെന്റ് ഒക്കെ കിട്ടി. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവര് വന്നിരുന്നത്. അപ്പം ഈ മിഡിൽ ക്ലാസ് വർഗത്തിൽപ്പെട്ട ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ നട്ടലാവാൻ തുടങ്ങുന്ന ഒരു ടൈം ആയിരുന്നു. ഈ പറഞ്ഞ ഫ്യൂഡൽ സിസ്റ്റത്തിനെ മറികടന്നുകൊണ്ട് വന്ന മധ്യവർഗ ആളുകൾ അവർ ഇംഗ്ലണ്ടിന്റെ ബാക്ക് ബോൺ ആവാനായിട്ടുള്ള ഒരു സ്ഥിതി, അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. അപ്പൊ നല്ലൊരു മാറ്റമാണ് അല്ലെ. ട്രഡീഷണൽ ബിലീഫുകളിൽ നിന്നുകൊണ്ട്, അതായത് കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുകൊണ്ടുള്ള പ്രഭുക്കന്മാർക്ക് എതിരെ അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടി ഓവർലാപ്പ് ചെയ്തുകൊണ്ട് മുന്നിട്ട് വരുന്ന റീഫോംഡ് ഗ്രൂപ്പുകളായി മാറി മിഡിൽ ക്ലാസ് വ്യക്തികൾ അല്ലെങ്കിൽ മധ്യവർഗക്കാർ. അപ്പൊ അതുപോലെ തന്നെ ഈ റീഫോം ചെയ്തു വന്നതുകൊണ്ട് തന്നെ അവര് നമ്മൾ പ്രൊട്ടസ്റ്റൻസ് എന്നും പ്യൂരിറ്റൻസ് എന്നും നമ്മൾ പറയുന്നു. മനസ്സിലായോ? അപ്പൊ മിഡിൽ ക്ലാസ് ആളുകൾ ആരാണ്? ഈ പറഞ്ഞ പോലെ ട്രഡീഷണൽ ബിലീഫിൽ വിശ്വസിക്കാത്ത, കുറച്ചും കൂടെ ചിന്തിക്കുന്ന, കുറച്ചും കൂടെ മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന, ചിന്തയിൽ മോഡേണിറ്റി കൊണ്ടുവരുന്ന വ്യക്തികളായി. അപ്പൊ അങ്ങനെ അവര് എന്ത് ചെയ്തു? ഫ്യൂഡൽ സിസ്റ്റത്തിനെ ഓവർലാപ്പ് ചെയ്യാനായിട്ട് ആരംഭിക്കുകയായി. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ ഇംഗ്ലണ്ട്. ഇനി എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇംഗ്ലണ്ടില് അന്നേ വരെ, അതായത് ഈ പറയണ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ, അതായത് ഈ ഫ്യൂഡൽ സിസ്റ്റവും മധ്യവർഗവും എല്ലാം ഉണ്ടായിരുന്നപ്പോ തന്നെ അവിടെ വന്നു നിന്നിരുന്ന ആ ഒരു ഗവർണൻസ് വ്യവസ്ഥ എന്ന് പറയുന്നത് രാജാവുണ്ട്, അതോടൊപ്പം തന്നെ രാജാവിന്റെ അതേ ഇക്വാലിറ്റിയോട് കൂടിയുള്ള ഒരു പാർലമെന്റും ഉണ്ട്. പാർലമെന്റ് എപ്പോഴും എന്താണ്? സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതേസമയം ഇലൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, കുറച്ചും കൂടെ നോബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് രാജാവെന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇംഗ്ലണ്ടില് രാജവാഴ്ച
എന്ന് പറയുമെങ്കിലും നമുക്കറിയാം അവരുടെ ആ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഇൻവേഷൻ ആണ്, അല്ലെ? എല്ലാ രാജവംശത്തിലും ഈ ഒരു കരടുണ്ട്. അതായത് ഈവൻ ദോ എന്താണ് എല്ലാ രാജാക്കന്മാരും പറയുന്ന ഒരു ഡയലോഗാണ്, ഞാൻ പ്രജകളുടെ രാജാവാണ് എന്ന് പറയുമെങ്കിലും ഒരു ഇൻവേഷൻ എന്ന് പറയുന്ന, അതായത് ആക്രമണ ഒരു മനോഭാവം അല്ലെങ്കിൽ കീഴടക്കണം എന്നൊരു മനോഭാവം എല്ലാ എംപയറുകളിലും ഉള്ളതാണ്. അത് എല്ലാ എംപയറുകളിലും ഉള്ളതാണ്, അല്ലെ? അപ്പം ഇവിടെ മൊണാർക്കുണ്ട്, പാർലമെന്റും ഉണ്ട്. അപ്പൊ അന്നത്തെ ആ ഒരു സിറ്റുവേഷനില്, അതായത് ഈ വിപ്ലവം തുടങ്ങുന്നതിന് മുന്നേ വരെ രാജാവിന് രാജാവിൻ്റെതായിട്ടുള്ള അധികാരങ്ങളും പാർലമെന്റിന് പാർലമെന്റിൻ്റെതായിട്ടുള്ള അധികാരങ്ങളും ആയിരുന്നു. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളിൽ ഇടപെടാറില്ലായിരുന്നു. രാജാവിന്റെ ഇഷ്ടങ്ങൾ, രാജാവിന്റെ റൂളുകൾ, അതെല്ലാം രാജാവ് എന്ത് ചെയ്തു? പാർലമെന്റോടും കൂടി ആയിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ നടപ്പാക്കുള്ളായിരുന്നു. അല്ലാതെ രാജാവിന് തോന്നിയ പോലെ അവിടെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അപ്പൊ ഇവര് സമാധാനപരമായിട്ട് തന്നെ വന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. അതിനിടയ്ക്കാണ് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇംഗ്ലണ്ട് എന്ന് പറയുന്ന നാട് ഭരിച്ചുകൊണ്ടിരുന്ന രണ്ട് വിഭാഗത്തിൽപ്പെട്ട രാജാക്കന്മാരുണ്ടായിരുന്നു. അതായത് രണ്ട് ഗ്രൂപ്പുകൾ, രണ്ട് ഡൈനാസ്റ്റികൾ, മറന്നു പോകരുത്. ഇംഗ്ലണ്ട് ഭരിച്ചുകൊണ്ടിരുന്ന രണ്ട് ഗ്രൂപ്പുകളായിരുന്നു. ആദ്യത്തെ ഗ്രൂപ്പാണ് ട്യൂഡേഴ്സ് എന്ന് പറയുന്നത്, TUDOR, ട്യൂഡേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഒരു ഗ്രൂപ്പ്. ഇപ്പൊ ഇവരെന്ന് പറയുമ്പോൾ കുറെ കൂടി ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളുകളായിരുന്നു. ഇപ്പൊ ട്യൂഡർ ഡൈനാസ്റ്റി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവർ പാർലമെന്റിന് വേണ്ടത്തക്ക എന്താ പറയാ കൺസിഡറേഷനും പാർലമെന്റിൻ്റെതായിട്ടുള്ള ഉറപ്പുകളും പാർലമെന്റിൻ്റെതായിട്ടുള്ള ലോസ് പാസ് ചെയ്യാനുമായിട്ടുള്ള അധികാരങ്ങളും എല്ലാം പാർലമെന്റിൻ്റെതായിട്ടുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ട്യൂഡർ ഡൈനാസ്റ്റി മനസ്സിലാക്കിയ ഒരു കാര്യം, ഇനി ഫ്യൂഡലിസം കൊണ്ട് ഇംഗ്ലണ്ടിൽ ഒന്നും നേടാനില്ല, ഇതുപോലെ ആളുകളെ അടിച്ചമർത്തിക്കൊണ്ട് ഒന്നും നേടാനില്ല. അതേസമയം മധ്യവർഗത്തിലുള്ള ആളുകളെ കൂടെ നിർത്തിയാൽ എന്ത് സംഭവിക്കും? നമുക്ക് കുറച്ചും കൂടി ഉയരാൻ പറ്റും എന്ന് വിശ്വസിച്ചിരുന്നവരാണ് ട്യൂഡർ ഡൈനാസ്റ്റിയിലുള്ളവർ. അതേസമയം മറ്റൊരു ഗ്രൂപ്പായിരുന്നു സ്റ്റുവർട്ട് രാജവംശം. സ്റ്റുവർട്ട് രാജവംശം, STUART, സ്റ്റുവർട്ട് രാജവംശം. എന്നാൽ അവരെന്ന് പറയുന്നത് രാജാവാണ് എല്ലാം, പാർലമെന്റിന് ഇമ്പോർട്ടൻസ് ഇല്ല, മൊണാർക്കാണ് പരമോന്നതമായിട്ടുള്ളത്, പരമാധികാരി. അതെന്താണ്? മൊണാർക്കാണ്, രാജകുടുംബമാണ് അല്ലെങ്കിൽ രാജാവാണ് എന്ന് വിശ്വസിച്ചിരുന്നവരാണ് സ്റ്റുവർട്ട് രാജാക്കന്മാർ. ട്യൂഡർ കുടുംബം എന്ന് പറയുമ്പോൾ അവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി, ഇനി ഇങ്ങോട്ട് കൈവിട്ട കളിയാണ്, ഇനി നമ്മൾ വീണ്ടും ഈ പറഞ്ഞ പോലെ അടിച്ചമർത്താൻ നിന്ന് കഴിഞ്ഞാൽ ആളുകൾ നമ്മൾക്കെതിരെ തിരിയും എന്നുള്ളത് മനസ്സിലാക്കി ജീവിച്ച ആളുകളാണ്, ഈ ജീവിച്ച ഡൈനാസ്റ്റിയാണ്, രാജവംശമാണ് ട്യൂഡർ രാജവംശം എന്ന് പറയുന്നത്. അതേസമയം അതിനുശേഷം ട്യൂഡർ രാജവംശത്തിന് ശേഷം വന്ന സ്റ്റുവർട്ട് രാജകുടുംബം എന്ന് പറയുന്നത് അവർക്ക് പാർലമെന്റിനെ ഒട്ട് അംഗീകരിക്കാനും വയ്യ, പാർലമെന്റിന്റെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ അവരുടേതായിട്ടുള്ള നിയമങ്ങളിലും അവരുടേതായിട്ടുള്ള പവറുകളും എല്ലാം കയറി ഇടപെടുക, രാജാവാണ് എല്ലാം എന്ന് പറയുക, അങ്ങനത്തെ ഒരു ദുശ്ചിന്തയും കൂടി ഈ സ്റ്റുവർട്ട് രാജകുടുംബത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗ്രേറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഗ്ലോറിയസ് റെവല്യൂഷൻ ഏത് രാജവംശത്തിന്റെ സമയത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റുവർട്ട് രാജവംശത്തിന്റെ ആ ഒരു സമയത്താണ് ഗ്രേറ്റ് റെവല്യൂഷൻ നടക്കുന്നത്. ഇല്ലെങ്കിൽ വേറൊരു ചോദ്യം വരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലോറിയസ് റെവല്യൂഷൻ നടന്ന സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജാക്കന്മാരാര്? സ്റ്റുവർട്ട് രാജാക്കന്മാരാണ്. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പുകളെയും ഓർത്തിരിക്കുക, ട്യൂഡറും സ്റ്റുവർട്ടും. ഓക്കെ, അപ്പം ഈ ട്യൂഡേഴ്സ് എന്ന് പറയുമ്പം ഇവർക്ക് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് സംഗതി, ഇവര് ഈ പറഞ്ഞ ആംഗ്ലിക്കൻസും ഒക്കെ ആണ് എങ്കിൽ പോലും ഇവർക്ക് ആംഗ്ലിക്കൻസ് അങ്ങനെ തന്നെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ബിലീഫ് ഒന്നും ഇല്ലായിരുന്നു. ഇവര് റിലീജിയസ് ഫ്രീ ആയിരുന്നു. അതായത് എല്ലാ റിലീജിയനെയും, എല്ലാ മതങ്ങളെയും, എല്ലാ ജാതികളെയും അംഗീകരിക്കുന്ന ഒരു വിഭാഗം കൂടിയായിരുന്നു ട്യൂഡർസ്. അതേസമയം സ്റ്റുവർട്ട്സ് അങ്ങനെയല്ല, അവർ കുറെ കൂടി ചർച്ച്, ബിഷപ്പ്, അവർക്കൊക്കെയാണ് പ്രാധാന്യം കൊടുത്തത്. അതോടൊപ്പം തന്നെ
ട്യൂഡർ രാജകുടുംബം ഇവരുടെ ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ അഫയേഴ്സ് അല്ലെ, അതായത് വിദേശകാര്യ നയങ്ങളിൽ ജർമ്മനിയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ജർമ്മനി എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്തെ കുറെ റീഫോർമേഷൻസ് ഒക്കെ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് ജർമ്മനിയിൽ. അപ്പം ജർമ്മനിക്കാരെയാണ് ഈ പറയുന്ന ട്യൂഡർ രാജവംശം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം നമ്മുടെ സ്റ്റുവർട്ട്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, കുറച്ചും കൂടെ ആംഗ്ലിക്കൻസിനെയാണ് അവർക്ക് സപ്പോർട്ട് ചെയ്തത്. ഫ്യൂഡലിസം ആയിരുന്നു അവർക്ക് വേണ്ടത്. പാർലമെന്റിന് ഒരു ഇമ്പോർട്ടൻസും പ്രാധാന്യവും കൊടുത്തിട്ടില്ലായിരുന്നു. ജർമ്മനിക്ക് പകരം ഫ്രാൻസിനെയും സ്പെയിനിനെയും സപ്പോർട്ട് ചെയ്യാനും തുടങ്ങി. അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക അന്തരങ്ങൾ, അതായത് ഡിഫറൻസ് മനസ്സിലാക്കുക. ഇനി ട്യൂഡർ രാജവംശത്തിലെ അവസാനത്തെ രാജ്ഞിയാണ് എലിസബത്ത് ഫസ്റ്റ്. അപ്പോ എലിസബത്ത് രാജ്ഞി മരിച്ചുപോയി, നാട് നീങ്ങിയപ്പോ ഇവർക്കൊരു അനന്തരാവകാശി ഇല്ലായിരുന്നു, ഒരു മാരീഡ് അല്ലായിരുന്നു. അപ്പോ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ, രാജകുടുംബത്തിൽ ഇതുപോലെ അനന്തരാവകാശി ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ഡൈനാസ്റ്റികളിൽ നിന്ന്, ഇപ്പൊ നമുക്ക് ട്രാവൻകൂർ ഹിസ്റ്ററി തന്നെ നോക്കാം, മറ്റുള്ള ഇല്ലങ്ങളിൽ നിന്നും രാജകുടുംബങ്ങളിൽ നിന്നും ദത്തെടുക്കും അല്ലെ. അപ്പൊ ഇതുപോലെ ഈ പറയുന്ന ട്യൂഡർ രാജവംശത്തിലെ അവസാനത്തെ രാജ്ഞി അവർ മരിച്ചപ്പോ, നാട് നീങ്ങിയപ്പോൾ, അത് ആരാണെന്ന് നോക്കാം, എലിസബത്ത് ആണ്. ഓക്കെ, അവർ നാട് നീങ്ങിയപ്പോ ആ സമയത്തും പാർലമെന്റ് അവിടെ ഉണ്ട്. അപ്പൊ പാർലമെന്റും ഈ രാജകുടുംബവും കൂടി നയപരമായി ഡിസ്കസ് ചെയ്ത് അവർ ഡിസൈഡ് ചെയ്തു ഒരു വ്യക്തിയെ, ഒരു അനന്തരാവകാശിയെ, ഹയർലെസ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശി ഇല്ലാത്തൊരവസ്ഥ, ഹയർ എന്ന് പറഞ്ഞാൽ അനന്തരാവകാശി. ഓക്കെ, അപ്പൊ ഒരു ഹയറിനെ ദത്തെടുക്കാം എന്നൊരു ഡിസിഷനിലേക്ക് എത്തിപ്പെടുകയാണ്. അപ്പോ അതാണ് ഈ ഒരു റവല്യൂഷന്റെ സംഭവ വികാസങ്ങളുടെ തുടർച്ച എന്ന് പറയുന്ന ഈ ഒരു ദത്തെടുപ്പ് തന്നെയാണ്. അപ്പൊ അത് നമുക്കിനി വരുന്ന സ്ലൈഡുകളിൽ കാണാം. അതിനു മുന്നേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഗ്ലോറിയസ് റിവല്യൂഷന്റെ റൂട്ട് കോസ് ഈ ദത്തെടുപ്പ് കാരണം ഉണ്ടായ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഈ കോൺഫ്ലിക്റ്റ് അവിടെ ആര് തമ്മിലായിരുന്നു? രാജാവാണോ പാർലമെന്റ് ആണോ വലുത്? രാജാവിനാണോ അധികാരം, പാർലമെന്റിനാണോ അധികാരം? ഇത് ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് തമ്മിൽ ഈ ഒരു കാരണത്തിന്റെ പുറത്താണ് ഈ ഒരു റവല്യൂഷൻ സംഭവിക്കുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഞാൻ ഒന്നും കൂടെ ചുരുക്കി പറഞ്ഞു തരാം. നോക്കിക്കേ, ഗ്ലോറിയസ് റവല്യൂഷൻ ആ സമയത്ത് 2 രാജാക്കന്മാർ ഉണ്ടായിരുന്നു, 2 രാജവംശജർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 2 ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഇത് പഠിക്കാം. ട്യൂഡർ രാജവംശം ഉണ്ടായിരുന്നു, സ്റ്റുവർട്ട് രാജവംശം ഉണ്ടായിരുന്നു. ട്യൂഡർ രാജവംശം നോക്കുക, അവർക്ക് പാർലമെന്റിന്റെ വിലയുണ്ടായിരുന്നു, പാർലമെന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. മിഡിൽ ക്ലാസ് മധ്യവർഗത്തിലെ ആളുകളെ ആയിരുന്നു അവർക്ക് അത് മനസ്സിലാക്കി അവർ മുന്നോട്ട് പോകുന്നവരായിരുന്നു. അതോടൊപ്പം തന്നെ പ്യൂരിറ്റൻസിനെ അവർ സപ്പോർട്ട് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ റിലീജിയസ് ടോളറൻസ് ഉണ്ടായിരുന്നു, അതായത് ഏത് റിലീജിയനെയും ഇവർ അംഗീകരിച്ചിരുന്നു. ഇവർക്ക് അങ്ങനെ ഞങ്ങളുടെ റിലീജിയൻ തന്നെ വേണം അങ്ങനെയൊന്നും ഇല്ല, ഏത് റിലീജിയനെയും ഇവര് അംഗീകരിക്കുന്ന തരത്തിലും ഇവരുണ്ടായിരുന്നു. അപ്പോ അതോടൊപ്പം തന്നെ ഫ്യൂഡൽ സിസ്റ്റത്തിൽ ഇനി കാര്യമില്ല, ഇനി പ്രഭുക്കന്മാരുടെ ആവശ്യമൊന്നും ഇല്ല, ഇനി മധ്യവർഗം അവര് കുറച്ചും കൂടെ റിഫോർമേഷൻസ് ഒക്കെ സംഭവിച്ചു, നവോത്ഥാനം ഒക്കെ വരാൻ തുടങ്ങി. അപ്പൊ എന്താ, തീർച്ചയായിട്ടും അവരങ്ങനെ നടക്കട്ടെ, അവരങ്ങനെ അവരുടെ വഴിക്ക് പൊക്കോട്ടെ എന്ന രീതിയിൽ ഒരു ഫ്രീ മൈൻഡ് ഉള്ള ഒരു വ്യക്തികളും കൂടിയായിരുന്നു ട്യൂഡർ രാജവംശം എന്ന് പറയുന്നത്. അവസാനത്തെ രാജ്ഞിയാണ് എലിസബത്ത് ഫസ്റ്റ്. ഇതേസമയം സ്റ്റുവർട്ടുകാരെ നോക്കുക, നേരെ വിപരീതമാണ്. പാർലമെന്റ് അല്ല, രാജാവാണ്, രാജവാഴ്ചയാണ് വേണ്ടത്, ഫ്യൂഡൽ ലാൻഡ് ലോർഡ്സ് വേണം, ആംഗ്ലിക്കൻസ് ആയിരിക്കണം, അതായത് ചർച്ച് പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, ബിഷപ്പാണ് എല്ലാം എന്ന് കരുതുന്നവര്. അപ്പൊ അങ്ങനെയുള്ളവരായിരുന്നു. ഫ്യൂഡൽ സിസ്റ്റം വേണം, ഫ്യൂഡൽ സിസ്റ്റവും വേണം, പ്രഭുക്കന്മാരും വേണം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആദ്യത്തെ രാജാവാണ്, ഈ സ്റ്റുവർട്ട് രാജപരമ്പരയിലെ ആദ്യത്തെ രാജാവാണ് ആര്? ജെയിംസ് ഫസ്റ്റ്. അപ്പോ ഇപ്പൊ നിങ്ങൾക്കൊരു ക്ലൂ കിട്ടിക്കാണും ആരെയാ ദത്തെടുത്തെന്നുള്ളത്. എലിസബത്ത് രാജ്ഞി കഴിഞ്ഞു, അനന്തരാവകാശി ഇല്ല. ആരെ ദത്തെടുത്തു? ജെയിംസ് ഒന്നിനെ ദത്തെടുത്തു. അപ്പൊ ഇനിയാണ് കഥകളുടെ തുടക്കം. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി
എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കപ്പോൾ ഇനി കഥയിലേക്ക് കടക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി എക്സാക്ട് എന്താണ് നടന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനു മുന്നേ ഗ്ലോറിയസ് റവല്യൂഷൻ, ഇതിന് മറ്റു കുറെ പേരുകളുണ്ട്. നോക്കിക്കേ, മൊത്തത്തിൽ 6 പേരുകളാണ്. ബ്ലഡ്ലെസ് റവല്യൂഷൻ, രക്തരഹിത വിപ്ലവം, ഇംഗ്ലീഷ് സിവിൽ വാർ എന്നും ഇതിനെ പറയാറുണ്ട്. ഇംഗ്ലീഷ് സിവിൽ വാർ എന്നും പറയാറുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് സിവിൽ വാർ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ്, ഒരു എപ്പിസോഡാണ്. ഈ ഗ്രേറ്റ് റവല്യൂഷന്റെ മറ്റൊരു പേര് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഇംഗ്ലീഷ് സിവിൽ വാർ എന്ന് പറയുന്നത് ഒരു എപ്പിസോഡാണ്. ആ എപ്പിസോഡ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി ഗ്ലോറിയസ് റവല്യൂഷൻ. ഇപ്പൊ ഗ്ലോറിയസ് റവല്യൂഷൻ, മഹത്തായ അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ട വിപ്ലവം എന്നൊക്കെയാണ് പറയുന്നത്. പാലസ് റവല്യൂഷൻ, കൊട്ടാരത്തിൽ വെച്ചാണ് ഇതിന്റെ പകുതി പ്രശ്നങ്ങളും പരിഹരിച്ചു വിടുന്നതും അതോടൊപ്പം തന്നെ ചർച്ചകളും എല്ലാം കൊട്ടാരം, പാർലമെന്റ്, ഇങ്ങനെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, വളരെയധികം തന്മയത്വത്തോടു കൂടി വളരെയധികം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ വാറ്, യുദ്ധഭൂമി, പടക്കളം ഒന്നും ഇല്ല. അപ്പൊ ഇത് എന്ന് പറയുമ്പോൾ പാലസ് റവല്യൂ, കൊട്ടാര വിപ്ലവം എന്നും ഇതിനെ പറയുന്നുണ്ട്. ഗ്രേറ്റ് റവല്യൂഷൻ എന്നും പറയുന്നുണ്ട്. ഗ്രേറ്റ് റവല്യൂഷൻ എന്നും പറയുന്നത് ഗ്ലോറിയസ് റവല്യൂഷൻ. അതോടൊപ്പം തന്നെ റവല്യൂഷൻ ഓഫ് 1688 എന്നും ഇതിനെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും പേരുകളാണ്, 6 പേരുകളാണ് ഈ ഒരു റവല്യൂഷന് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിനി ഇതിന്റെ റൂട്ട് കോസുകൾ ഞാൻ ഒന്ന് പറഞ്ഞു. റൂട്ട് കോസ് എന്താണ്? കിങ് വേഴ്സസ് പാർലമെന്റ്, അതാണ് ആദ്യത്തെ റൂട്ട് കോഴ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഫ്യൂഡലിസം നശിക്കുകയും മധ്യവർഗം പുനരുദ്ധാരണം, അവര് എമർജ് ചെയ്ത് വരികയും, അവര് ഈ പറഞ്ഞ പോലെ ഫ്യൂഡലിസ്റ്റ് ആളുകളെക്കാട്ടിലും കുറെ കൂടി എന്താ പറയാ സ്ട്രോങ് ആയിട്ട് അവര് പൊങ്ങി വന്നതും ഈ ഒരു വിപ്ലവത്തിന് കാരണമാകുന്നു. അതോടൊപ്പം തന്നെ പാർലമെന്റ് വേഴ്സസ് മൊണാർക്ക് അല്ലെങ്കിൽ കിങ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ ആംഗ്ലിക്കൻസ് വേഴ്സസ് പ്യൂരിറ്റൻസ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു പെർട്ടിക്കുലർ റിലീജിയൻ അകത്ത് തന്നെയുള്ള 2 വിഭാഗങ്ങൾ, ഒന്ന് ട്രഡീഷണൽ ബിലീവേഴ്സും മറ്റത് റീഫോംഡ് ബിലീവേഴ്സും ആണ്. ഇപ്പൊ ഇങ്ങനെ ഒരു മതത്തിനകത്തുള്ള 2 വിഭാഗങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റും ഈ ഒരു റവല്യൂഷന് കാരണമായി. അതോടൊപ്പം തന്നെ ട്യൂഡർ പരമ്പരയും അതോടൊപ്പം തന്നെ സ്റ്റുവർട്ട് രാജപരമ്പരയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അതും വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു റൂട്ട് കോഴ്സ് ആയിട്ട് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ ഗ്രേറ്റ് റവല്യൂഷന്റെ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ആരാണ്? സ്റ്റുവർട്ട്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ട്യൂഡർ രാജവംശക്കാര് കോൺഫ്ലിക്റ്റിനൊന്നും അവർക്ക് നിൽക്കേണ്ടി വന്നില്ല. ഇതുപോലെ പാർലമെന്റുമായിട്ട് തീരുമാനിച്ച് തന്നെയാണ് പുതിയ ഒരു ഹയറിനെ, അതായത് സ്റ്റുവർട്ട് രാജപരമ്പരയിലെ വ്യക്തിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും ആ ഒരു പ്രശ്നങ്ങളൊക്കെ തുടക്കമിട്ടതും ശരിക്കും ട്യൂഡർ രാജവംശം മാത്രം എടുത്തൊരു തീരുമാനവും അല്ലായിരുന്നു. പാർലമെന്റിന്റെ പിന്തുണയും അവിടെ ഉണ്ടായിരുന്നു, അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ട്യൂഡറുകാർ തീരുമാനിച്ചതല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഇതിന്റെ ഈ ഒരു കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പൊ കാരണങ്ങൾ എന്നുള്ളത് സാധാരണഗതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ. പാർലമെന്റ് വേണോ, രാജാവ് വേണോ, പാർലമെന്റ് വേണോ, ആ ഒരു ബയാസിലാണ് ഈ ഒരു വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇത് പഠിക്കാനായിട്ട് ശരിക്കും എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ ഈ ദത്ത്, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഈ പറഞ്ഞല്ലോ അഡോപ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നതിന് മുന്നേ തന്നെ ഈ 2 രാജവംശങ്ങളെ പറ്റി നമുക്ക് കുറച്ച് ബ്രീഫ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാം. ഇവരെന്തായിരുന്നു, ആരായിരുന്നു എന്നൊന്നും അറിയാം. നമ്മൾ നേരത്തെ പഠിച്ചു സ്റ്റുവർട്ട് രാജവംശവും ട്യൂഡേഴ്സും ആരാണെന്ന് നമ്മൾ പഠിച്ചു. എന്നിരുന്നാലും ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് അറിയണമല്ലോ. ആ ബാക്ക്ഗ്രൗണ്ട് ആണ് ഇവിടെ ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. ട്യൂഡർ ഡൈനാസ്റ്റി എന്ന് പറയുമ്പോൾ തുടങ്ങി വെച്ചത് ഹെൻറി 7 ഇപ്പൊ ഈ ട്യൂഡർ ഡൈനാസ്റ്റിയുടെ കാലഘട്ടം എന്ന് പറയുന്ന 1485 മുതൽ 1603 വരെയാണ്. അതായത് എലിസബത്ത് രാജ്ഞി മരിച്ചതോടുകൂടി ആ എലിസബത്ത് രാജ്ഞിയുടെ നാട് നീങ്ങിയത് വരെ ഉള്ള കാലഘട്ടമാണ് ഈ ട്യൂഡർ എന്ന് പറയുന്ന രാജവംശത്തിന്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഇവർക്കും ഈ പറയുന്ന പോലെ ഫ്യൂഡൽ സിസ്റ്റം ഇവർക്കില്ലായിരുന്നു എന്നല്ല പറയുന്നത്, ഇവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് ഇച്ചിരി കൺട്രോൾഡ് ആയിരുന്നു. പ്രഭുക്കന്മാരെ തോന്നിയ പോലെ വിടുകയല്ലായിരുന്നു. പ്രഭുക്കന്മാരെയും ഒന്ന് കൺട്രോൾ ചെയ്തുള്ള ഒരു ഭരണമായിരുന്നു ട്യൂഡർ രാജവംശത്തിന് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പാർലമെന്റുമായി സഹകരിച്ചാണ് ഇവർ മുന്നോട്ട് പോയത്. അല്ലാതെ പാർലമെന്റിനെ തഴഞ്ഞ് രാജാവിന് തോന്നിയതുപോലെ എന്നൊരു രീതിയിലല്ലായിരുന്നു ഇവരുടെ ഭരണം. അതോടൊപ്പം തന്നെ ഇവർക്കുള്ളൊരു
ഒരു ഖ്യാതി എന്ന് പറയുന്നത് മോഡേണിസം ഇംഗ്ലണ്ടിൽ തുടങ്ങി വെച്ചത്, അതായത് അതിനൊക്കെ ഒരു സപ്പോർട്ട് കൊടുത്തത് ഈ പറയുന്ന ട്യൂഡർ ഡൈനാസ്റ്റിയാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം ഇവർ വളരെ നാരോ മൈൻഡഡ് അല്ലായിരുന്നു. ഇവർ ഈ പറഞ്ഞ പോലെ ട്രഡീഷണൽ ബിലീഫ്സിനെ മാത്രം വിശ്വസിക്കുകയും ട്രഡീഷണൽ രീതികൾ മാത്രം പിന്തുടരുകയും ചെയ്തിരുന്ന വ്യക്തികളല്ല. ഇവർ കുറെ കൂടെ ഫ്രീ മൈൻഡഡ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് കുറെ കൂടി എന്താ പറയാ ഫ്രീ ആയിട്ടുള്ള ഇടപെടലുകൾ ആകാമായിരുന്നു. അവിടുത്തെ ആളുകൾക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു ചെറിയ രീതിയിലൊക്കെ. അതോടൊപ്പം തന്നെ ഇവരുടെ വേറൊരു കാര്യം എന്ന് പറയുന്നത് റീഫോംഡ് കമ്മ്യൂണിറ്റിയും കൂടിയായിരുന്നു ഇവര്. ഞാൻ പറഞ്ഞല്ലോ ഇവരിലും ആംഗ്ലിക്കൻസ് ഉണ്ട്, ആംഗ്ലിക്കൻസ് ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇവർ കുറച്ചും കൂടെ റീഫോർമേഷൻ സംഭവിച്ചു. അതായത് കംപ്ലീറ്റ് ആയിട്ട് ചർച്ചിൽ റിലേ ചെയ്യാതെ കുറെ ഈ രാജവംശത്തിൽ തന്നെ ഒരുപാട് പേര് പ്യൂരിറ്റൻസ് ആണ്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന പോലെ പ്യൂരിറ്റൻസിനെയും ഇവർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഇവരുടെ ഭരണമായിരുന്നു നിലനിന്നിരുന്നത്. അതോടൊപ്പം തന്നെ ആംഗ്ലിക്കൻ അലയൻസ്, അതായത് ഞങ്ങള് പ്യൂരിറ്റൻസ് ആണ്, ഞങ്ങളെ പോലെ തന്നെ എല്ലാവരും വേണം, അങ്ങനെ ഒരു ഇതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള റിലീജിയൻ ആകാം എന്നും ഇവര് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേസമയം സ്റ്റുവർട്ട് ഡൈനാസ്റ്റി നോക്കുക, ക്യൂൻ എലിസബത്തിന്റെ മരണത്തിന് ശേഷം ഈ പറയുന്ന പോലെ ഹയർ ഇല്ലാതെ, അതായത് അനന്തരാവകാശം ഇല്ലാതാകുന്ന ഒരു സിറ്റുവേഷനിൽ ജെയിംസ് ഒന്ന് എന്ന് പറയുന്ന രാജാവിനെ ദത്തെടുത്തുകൊണ്ടാണ് ഈ സ്റ്റുവർട്ട് ഡൈനാസ്റ്റിയുടെ തുടക്കം അവിടെ നിന്നാണ്. അപ്പം ഈ പറയുന്ന ജെയിംസ് ഒന്നിനെ ദത്തെടുക്കുന്നത് അവിടുത്തെ പാർലമെന്റും അതോടൊപ്പം തന്നെ രാജഭരണവും എല്ലാം കൂടെ ചേർന്ന് വളരെയധികം നല്ല രീതിയിൽ ആലോചിച്ചൊക്കെ തീരുമാനിച്ചെടുത്ത ഒരു തീരുമാനമായിരുന്നു. അപ്പൊ ഇവര് വിശ്വസിച്ചുകൊണ്ടിരുന്നത് മൊണാർക്ക്, രാജ്യം എന്ന് പറയുന്നത് ദൈവം, രാജ്യം അല്ലെങ്കിൽ അവിടുത്തെ രാജാവ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് ദൈവത്തിന് തുല്യനാണ്. മൊണാർക്ക് ഈസ് ഈക്വൽ ടു ഗോഡ്. എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു ആളുകൾ, അല്ലെ? അപ്പം ദൈവം എന്ന് പറയുന്ന ആ ഒരു ഗോഡ്ലി ഫിഗർ ആണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? രാജാവിന് അല്ലെങ്കിൽ രാജ്ഞിക്ക് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റുവർട്ട് വംശജർ അങ്ങനെയായിരുന്നു. അതോടൊപ്പം തന്നെ പാർലമെന്റിനെ തഴയുന്ന ഒരു സ്വഭാവവും ഈ ഒരു വിഭാഗത്തിന് ഉണ്ടായിരുന്നു, ഈ ഒരു രാജവംശത്തിന് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആംഗ്ലിക്കൻസ് ആയിരുന്നു. കത്തോലിക്ക, ചർച്ച്, പോപ്പ് ഇതിലൊക്കെ പെടുന്ന ഒരു വളരെയധികം ട്രഡീഷണൽ ബിലീഫുകൾ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പും ആയിരുന്നു ഈ പറയുന്ന സ്റ്റുവർട്ട് ഡൈനാസ്റ്റി രാജവംശം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പാർലമെന്റിനെ ഓവർടേക്ക് ചെയ്യുക, മൊണാർക്കി എന്ന് പറയുന്ന, അതായത് രാജാവിന്റെ ഇഷ്ടത്തിൽ, രാജവാഴ്ചയുടെ എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും എന്ന് പറയുന്ന പോലെ പാർലമെന്റിന് വില കൊടുക്കാതെ പാർലമെന്റിന്റെ നീതി ന്യായ വ്യവസ്ഥയിലെല്ലാം കയറി ഇടപെട്ട് പാർലമെന്റിന്റെ പവറിനെയും കൂടി ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ ഭരിക്കുക. ഇതൊക്കെയായിരുന്നു ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ട്യൂഡർ ഡൈനാസ്റ്റിയും സ്റ്റുവർട്ട് ഡൈനാസ്റ്റിയും തമ്മിലുള്ള ഡിഫറൻസുകളും നിങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. അപ്പോ ഇനി ഈ ട്യൂഡറും സ്റ്റുവർട്ടും നമ്മൾ പറഞ്ഞല്ലോ. നമ്മളപ്പോ വീണ്ടും നമ്മൾ ഈ ആംഗ്ലിക്കൻസും പ്യൂരിറ്റൻസിന്റെയും കൂടി ചില ഫീച്ചേഴ്സ് നമ്മൾ നോക്കണം. ആംഗ്ലിക്കൻസ് ഞാൻ പറഞ്ഞു കാത്തോലിക്കക്കാരാണ്, പോപ്പാണ്, ബ്ലൈൻഡ് ബിലീഫാണ് അവർക്ക്, അന്ധമായ ദൈവത്തിലുള്ള വിശ്വാസം, രാജാവിനെ ദൈവത്തിന് തുല്യം കാണുക, ദൈവമാണ് രാജാവ് എന്ന് വിശ്വസിക്കുക. അതോടൊപ്പം തന്നെ പ്രഭുക്കന്മാർക്ക് തോന്നിയ പോലെ അവരുടെ ഭരണ രീതികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അധികാരം കൊടുക്കുക. കത്തോലിക്ക സുപ്രിമസി, അതായത് കത്തോലിക്ക വിഭാഗത്തിലുള്ളവരാണ് ഏറ്റവും വലുത്, അവരെ പോലെ മറ്റുള്ളവരും വേണം എന്ന് പറയുന്ന ഒരു ഇത്. അതോടൊപ്പം തന്നെ ഇവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഫ്രാൻസിനെയും സ്പെയിനിനെയും ആയിരുന്നു. അതേസമയം പ്യൂരിറ്റൻസ് എന്ന് പറയുമ്പോൾ കുറെ കൂടി ഇൻഡിപെൻഡന്റ് ആണ്, കുറെ കൂടി റീഫോംഡ് ആണ്, ചർച്ചയെ എന്ന് പറഞ്ഞിരിക്കുന്നവരല്ല. അതോടൊപ്പം തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു പെർട്ടിക്കുലർ വിഭാഗത്തിൽ ഒരു സഭയെ അംഗീകരിച്ച് തന്നെ ജീവിക്കണം എന്നൊരു ഇതില്ല ഇവർക്ക് കുറെ കൂടി ഇൻഡിപെൻഡൻസിയാണ് ആവശ്യം. അപ്പം അവിടെ ഒരു പ്രൊട്ടസ്റ്റന്റ് റിഫോമർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ജോൺ കാൽവിൻ. അദ്ദേഹം ഒരു പ്രൊട്ടസ്റ്റന്റ് റീഫോമർ ആണ്. അപ്പം അതോടൊപ്പം തന്നെ ഈ ഒരു പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത് രാജാവിനെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, അവർ രാജാവിനെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ പാർലമെന്റിനാണ് ഇവർ വില കൊടുക്കുന്നത്.
അതോടൊപ്പം തന്നെ മധ്യവർഗ ഗ്രൂപ്പുകളെ മുന്നോട്ട് കൊണ്ടുവരിക, മധ്യവർഗ ഗ്രൂപ്പുകൾക്ക് അവസരങ്ങൾ കൊടുക്കുക, അവരെ നയിക്കാനായിട്ട് അനുവദിക്കുക, അവരാണ് ഇംഗ്ലണ്ടിന്റെ ഭാവി എന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു വിഭാഗമാണ് പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത്. ഇവർക്ക് ഒരു എന്താ പറയാ, അലി എന്ന് പറയുമ്പോൾ എന്താണ്, ഇവരുടെ ഒരു ഫ്രണ്ട്ലി അലയൻസ് എന്ന് പറയുന്നത് ജർമ്മനിയുമായിട്ടാണ്, അല്ലാതെ ഫ്രാൻസും സ്പെയിനും അല്ല. അപ്പൊ ഈ അന്തരങ്ങൾ, ഈ ഡിഫറൻസുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ട്യൂഡർ, സ്റ്റുവർട്ട്, അതോടൊപ്പം തന്നെ ആംഗ്ലിക്കൻസ്, പ്യൂരിറ്റൻസ്, ഈ ഒരു 4 വിഭാഗങ്ങളും എന്താണ് എന്നുള്ളൊരു വ്യക്തമായ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ളത് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ വീണ്ടും പറയാണ്, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. കോസസ് ആണ്. കോസസ് ഓൾറെഡി പറഞ്ഞു, മൊണാർക്ക് വേഴ്സസ് പാർലമെന്റ്, അതായിരിക്കണം ആദ്യത്തെ കോസ്. ഇപ്പൊ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ട ഒരു കാര്യമാണ്, ഒന്ന് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന നാട്, അവിടെ ഉണ്ടായിരുന്ന ഫ്യൂഡൽ സിസ്റ്റം, രാജഭരണകൂടം, ഉണ്ടായിരുന്ന 2 രാജവംശജർ, ട്യൂഡറും സ്റ്റുവർട്ടും, അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന 2 വ്യവസ്ഥകൾ, ഫ്യൂഡൽ വ്യവസ്ഥയും മറ്റൊന്ന് മിഡിൽ ക്ലാസ് വ്യവസ്ഥയും. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി ആലോചിക്കേണ്ടത്, ഒരു മതത്തിനകത്തുള്ള തന്നെ 2 ഗ്രൂപ്പുകൾ, ഒന്ന് ട്രഡീഷണൽ ഗ്രൂപ്പായിട്ടുള്ള ആംഗ്ലിക്കൻസും മറ്റത് റിഫോംഡ് ഗ്രൂപ്പായിട്ടുള്ള പ്യൂരിറ്റൻസും. അതോടൊപ്പം തന്നെ ആലോചിക്കുക, എൻലൈറ്റൻമെന്റ് ആണ് എവിടെയും വേണ്ടത്, അല്ലെ? അതായത് നമുക്ക് പുതിയ റിഫോർമേഷൻസ്, എഴുതപ്പെട്ടവ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളെയും മാറ്റി എഴുതുമ്പോഴാണ് ഓരോ വിപ്ലവങ്ങളും ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ശരിക്കും വിപ്ലവത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ വിപ്ലവത്തിലേക്ക് കടക്കുകയാണ്. ഓൾറെഡി ഗ്ലോറിയസ് റവല്യൂഷന്റെ സമയത്ത് ആരായിരുന്നു ഇംഗ്ലണ്ട് ഭരിച്ചത്? ഉത്തരം സ്റ്റുവർട്ട് രാജാക്കന്മാർ. ഇതില് ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ഇനി 4 രാജാക്കന്മാരാണ് ഈ ഒരു പെർട്ടിക്കുലർ വിപ്ലവത്തിന്റെ ഇടയിലുള്ള വന്നു പോകുന്ന കേന്ദ്ര കഥാപാത്രങ്ങൾ. ഒരു സിനിമ കാണുന്ന പോലെ പഠിക്കുക. അപ്പോൾ ഗ്ലോറിയസ് റവല്യൂഷൻ നടക്കുന്നത് എവിടെ? ഇംഗ്ലണ്ടിൽ. ആര് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ? സ്റ്റുവർട്ട് രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ. 4 കേന്ദ്ര കഥാപാത്രങ്ങളാണ്. ഒന്ന് ജെയിംസ് ഫസ്റ്റ്, അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മകൻ ചാൾസ് ഫസ്റ്റ്, അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിന്റെ ചാൾസ് ഫസ്റ്റിന്റെ മകൻ ചാൾസ് സെക്കൻഡ്, അത് കഴിഞ്ഞ് ചാൾസ് സെക്കൻഡിന്റെ ഒരു അനിയൻ ഉണ്ടായിരുന്നു, അതാണ് ജെയിംസ് സെക്കൻഡ്. അപ്പോ 4 കേന്ദ്ര കഥാപാത്രങ്ങൾ. ആദ്യവും അവസാനവും ജെയിംസ് ആണ്, അല്ലെ? അപ്പൊ എളുപ്പമുണ്ട്. നടുക്ക് ചാൾസ്. അപ്പോ ഇത് ഓർത്തിരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പം ഈ 4 കേന്ദ്ര കഥാപാത്രങ്ങൾ ഞാൻ ആദ്യമേ തന്നെ ചില സിനിമകളിലൊക്കെ നടക്കുമല്ലോ, ക്ലൈമാക്സ് അങ്ങ് ആദ്യമേ കാണിക്കും. അതായത് എന്ത് സംഭവിച്ചു എന്നുള്ളത് കാണിക്കും. അപ്പൊ ഇവിടെ ഗ്ലോറിയസ് റെവല്യൂഷനിൽ സംഭവിച്ചത്, അവസാനത്തെ സ്റ്റുവർട്ട് രാജാവായ ജെയിംസ് സെക്കൻഡ് ഇദ്ദേഹത്തിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയാണ് ചെയ്തത്. അതായത് ഡീത്രോൺ ചെയ്യുക, ഇയാൾ ഭരിക്കണ്ട, പൊക്കോ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? പാർലമെന്റ് പറഞ്ഞു. അപ്പൊ ഞാനിവിടെ ക്ലൈമാക്സ് ഓൾറെഡി പറയുകയാണ്. ജെയിംസ് സെക്കൻഡിനെ നിങ്ങൾ ഇവിടെ ഇംഗ്ലണ്ട് ഭരിക്കണ്ട, നിങ്ങൾ പൊക്കോളൂ, നിങ്ങളൊരു നാട്ടിലേക്ക് പൊക്കോളൂ, അതേതാണെന്ന് ഞാൻ പിന്നെ പറയാം, നിങ്ങൾ പൊക്കോളൂ. പകരം നിങ്ങളുടെ മകളെ, നിങ്ങളുടെ ആദ്യത്തെ ഭാര്യയിലെ മകൾക്ക് ഞങ്ങൾ പാർലമെന്റിന്റെ അതായത് പാർലമെന്റിന്റെ കൂട്ടമായ അംഗീകാരത്തോടു കൂടി തന്നെ നിങ്ങളുടെ മകളെയും മരുമകനെയും ഇംഗ്ലണ്ടിന്റെ രാജാവും രാജ്ഞിയും ആക്കാം എന്ന് പ്രോമിസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എന്ന് ഒരു ഉത്തരവ് എടുത്തുകൊണ്ടാണ് ഈ ഗ്ലോറിയസ് റെവല്യൂഷൻ 1688 ഇതിന്റെ എൻഡ് അല്ലെങ്കിൽ ക്ലൈമാക്സ്. ഇപ്പൊ ക്ലൈമാക്സ് ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു. ജെയിംസ് സെക്കൻഡിനെ സ്ഥാനഭ്രഷ്ടനാക്കി. സ്റ്റുവർട്ട് രാജകുടുംബത്തിലെ അവസാനത്തെ വ്യക്തിയാണ് ആര്? ഈ പറയുന്ന ജെയിംസ് സെക്കൻഡ്. ഇദ്ദേഹത്തിനെ ഇംഗ്ലണ്ടിന്റെ കേസാണ് കേട്ടോ, ഇംഗ്ലണ്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു വിട്ട കാര്യമാണ് ഈ ഒരു ഗ്ലോറിയസ് റെവല്യൂഷന്റെ കഥ.